A cubical region of space is filled with some uniform electric and magnetic field. യൂണിഫോം ആണ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തേക്ക് an electron enters the cube across one of its faces with velocity v. അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇമാജിൻ ചെയ്യാം. ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള ഒരു സ്പേസ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റില്ല. ഈ സൈഡിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ അകത്തേക്ക് എൻട്രി ചെയ്യുന്നു. ഇലക്ട്രോൺ വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എൻട്രി ചെയ്യുന്നു. അക്രോസ് വൺ ഓഫ് ഇറ്റ്സ് ഫേസ് വിത്ത് എ വെലോസിറ്റി വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എൻട്രി ചെയ്യുന്നു. ആൻഡ് എ പോസിട്രോൺ എൻറ്റേഴ്സ് ബൈ ഓപ്പോസിറ്റ് ഫേസ്. പോസിട്രോൺ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ നിന്ന് ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്നു. പോസിട്രോൺ. ഓക്കെ, പോസിട്രോണിന് തൽക്കാലത്തേക്ക് നമുക്ക് പി എന്ന് വിളിക്കാം. പോസിട്രോൺ പി അല്ല, അപ്പോൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടി പി എന്ന് വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ പോസിട്രോൺ ഈ സൈഡിൽ നിന്ന് എൻട്രി ചെയ്യുന്നു വയ ഓപ്പോസിറ്റ് ഫേസ് വിത്ത് എ വെലോസിറ്റി മൈനസ് വി. ഉറപ്പായിട്ടും റൈറ്റിലോട്ട് എൻട്രി ചെയ്യുന്ന വെലോസിറ്റി വി ആണെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്തായിരിക്കും, മൈനസ് വി ആയിരിക്കുമല്ലോ. വെക്റ്റർ ഫോമിൽ എഴുതിയാൽ അല്ലേ, രണ്ടും ഒരേ വാല്യൂ ആണ്, ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ആണ് അല്ലേ. എങ്കിൽ എന്താണ് ഓപ്ഷൻ വായിക്കാം നമുക്ക്. ദ ഇലക്ട്രിക് ഫോഴ്സസ് ഓൺ ബോത്ത് ദ പാർട്ടിക്കിൾസ് കോസ് ഐഡൻറ്റിക്കൽ ആക്സിലറേഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാക്കുന്ന ആക്സിലറേഷൻ സെയിം ആയിരിക്കും. ഈക്വൽ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ബോത്ത് പാർട്ടിക്കിൾസ് കോസ് ഈക്വൽ ആക്സിലറേഷൻ അല്ലെ. ഇലക്ട്രിക് ഫോഴ്സ് ആണോ ഈക്വൽ ആക്സിലറേഷൻ ഉണ്ടാക്കുക, മാഗ്നറ്റിക് ഫീൽഡാണോ ഈക്വൽ ആക്സിലറേഷൻ ഉണ്ടാക്കുക, അതോ ഓൺലി ഇലക്ട്രോൺ ഗെയിൻസ് ഓർ ലോസസ് എനർജി, ഇലക്ട്രോണിന് മാത്രമാണോ എനർജി കൂടുകയും കുറയുകയും ചെയ്യുക. ദ മോഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇയെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ആക്സിലറേഷൻ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ദ ഇലക്ട്രിക് ഫോഴ്സ് ഓൺ ബോത്ത് ദ പാർട്ടിക്കിൾസ് കോസ് ഐഡൻറ്റിക്കൽ ആക്സിലറേഷൻ. അപ്പോൾ രണ്ട് പാർട്ടിക്കിളിനും ഒരേ ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ രണ്ട് പാർട്ടിക്കിളിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലേ. രണ്ടിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണെങ്കിൽ ആക്സിലറേഷൻ സെയിം ആവുള്ളൂ അല്ലേ. ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോമിൽ സെയിം ആവണം അല്ലേ. ആക്സിലറേഷൻ വെക്റ്ററാണ്, സെയിം ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയാലേ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്താവും, ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ്. അതാണ് നമ്മുടെ ഫോമുല. ഇത് വെക്റ്റർ ഫോമിൽ എഴുതണം, എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. അപ്പോൾ ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ക്യു എന്ന് എഴുതുമ്പോൾ ഇലക്ട്രോണിൻ്റെ കേസിൽ ഇലക്ട്രോണിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലേ, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ മൈനസ് ഇ ഇൻറ്റു ഇ ആയിരിക്കും. അതായത് ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. കാരണം ഈ നെഗറ്റീവ് സൈൻ വന്ന അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, പോസിട്രോണിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കാരണം. പോസിട്രോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ അതേ ചാർജ് തന്നെയാണ്, പക്ഷേ പ്ലസ് ആണ് അല്ലേ. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ അതേ ചാർജുള്ള പോസിറ്റീവ് പാർട്ടിക്കിളുകളെയാണ് പോസിട്രോൺ എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്നത് ഇ ആയിരിക്കും. ഇത് രണ്ടും കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്താണ്, ഫോഴ്സ് സെയിം ആണെന്ന്. പക്ഷേ സെയിം അല്ല. ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണ്. അതായത് രണ്ടിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് രണ്ടിനും കിട്ടുന്ന ആക്സിലറേഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഒരു ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ മറ്റേ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്തല്ല, സെയിം അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ പോവാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. ഇലക്ട്രിക് ഫോഴ്സസ് ഓൺ ദ ബോത്ത് പാർട്ടിക്കിൾസ് കോസസ് ഐഡൻറ്റിക്കൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യത്തിൽ പോകാം. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ് അല്ലേ, അല്ലെങ്കിൽ ക്യൂ വി ബി സൈൻ തീറ്റയാണ്, അല്ലെങ്കിൽ വി ക്രോസ് ബി ആണ്. ഇവിടെ നമുക്ക് ആദ്യം ഇലക്ട്രോണിൻ്റെ കേസ് എടുത്താൽ ഇലക്ട്രോണിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ആണ് അല്ലേ. വെലോസിറ്റി പോസിറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി പോസിറ്റീവാണ്, കാരണം ഇലക്ട്രോൺ റൈറ്റിലോട്ടാണ് പോകുക. അപ്പോൾ റൈറ്റിലോട്ട് പോകുന്നത് നമുക്ക് പോസിറ്റീവ് എന്ന് എടുത്താൽ വി ക്രോസ് ബി എന്ന് കിട്ടും. വി ക്രോസ് ബി എന്നാണ് കിട്ടുക. ശരി, അങ്ങനെയാണെങ്കിൽ പോസിട്രോണിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പോസിട്രോണിൻ്റെ ചാർജ് പ്ലസ് സി ആണ്, പ്ലസ്. പക്ഷേ പോസിട്രോണിൻ്റെ വെലോസിറ്റി നെഗറ്റീവ് അല്ലേ, കാരണം പോസിട്രോൺ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ പോണേ അല്ലേ, നെഗറ്റീവാണ്. അപ്പോൾ വി ക്രോസ് ബി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നെഗറ്റീവിനെ നമുക്ക് പുറത്തെടുക്കാമല്ലോ ക്രോസ് പ്രോഡക്റ്റിൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് സി ഇൻറ്റു വി ക്രോസ് ബി എന്ന് കിട്ടും. കണ്ടോ, രണ്ടും ഒരേ ആൻസർ കിട്ടിയില്ലേ. കണ്ടോ, ഇത് ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സും പോസിട്രോണിന് കിട്ടുന്ന ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും. കാരണം രണ്ടും നെഗറ്റീവാണ്. രണ്ടിനും ഒരേ ഡയറക്ഷനും ഒരേ മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. അതുകൊണ്ട് രണ്ടിൻ്റെ ഫോഴ്സ് സെയിം ആയതുകൊണ്ട് ആക്സിലറേഷനും സെയിം ആയിരിക്കും. കാരണം എന്താ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ. ഫോഴ്സിനും ആക്സിലറേഷനും ഒരേ ഡയറക്ഷനായിരിക്കും. അതുകൊണ്ട് ഫോഴ്സ് സെയിം ആയാൽ ആക്സിലറേഷനും സെയിം ആകും. കാരണം പ്രോട്ടോണിൻ്റെയും
പോസിട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസ് സെയിം ആയിരിക്കും. മാസും സെയിം ആയിരിക്കും, ചാർജും സെയിം ആയിരിക്കും അല്ലേ. ചാർജ് സെയിം എന്ന് പറഞ്ഞാൽ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജുമാണ്. ചാർജ് ഓപ്പോസിറ്റ് സൈൻ ആണെന്നേ ഉള്ളൂ. രണ്ടും ഒരേ മാസും ഒരേ ചാർജും ഉള്ള പാർട്ടിക്കിൾസാണ്. ചാർജ് ഒന്ന് പ്ലസ് സി ആണെങ്കിൽ പോസിട്രോണിൻ്റെ ചാർജ് പ്ലസ് സിയും ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് സിയുമാണ്. അതുകൊണ്ട് ആക്സിലറേഷൻ ഫോഴ്സ് സെയിം ആണെങ്കിൽ മാസും സെയിം ആയതുകൊണ്ട് ആക്സിലറേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് എന്തോന്ന്, ഒരേ ആക്സിലറേഷൻ ഉണ്ടാവുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുക. ഓപ്ഷൻ സി തെറ്റാണ്. കാരണം ഇലക്ട്രോൺ മാത്രമല്ല, ഇലക്ട്രോണിനും ഫോഴ്സ് കിട്ടുന്നുണ്ട്, പോസിട്രോണിനും ഫോഴ്സ് കിട്ടുന്നുണ്ട്. ഫോഴ്സ് കാരണം ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എനർജി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം അല്ലേ. പോസിറ്റീവ് സ്പീഡ് കൂടി വരികയാണെങ്കിൽ എനർജി കൂടും, ഇല്ലെങ്കിൽ എനർജി കുറയും. ഇവിടെ ഇലക്ട്രോണിന് മാത്രമേ എനർജി കിട്ടുന്നുള്ളൂ എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. ഇലക്ട്രോണിനും കിട്ടും, പോസിട്രോണിനും കിട്ടും. അതേപോലെ തന്നെ സെൻട്രൽ മാസ് ഇയെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് കാരണവും ഫോഴ്സ് കിട്ടുന്നുണ്ട്. ആ ഫോഴ്സ് കാരണം സെൻട്രൽ മാസിൻ്റെ പൊസിഷൻ മാറാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് മാത്രമല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ.